രാഹുൽ ഗാന്ധി താങ്കൾ ഒരു ഇന്ത്യക്കാരനാണോ എന്ന് ചോദിച്ചത് സുപ്രീം കോടതിയാണ്. ജനാധിപത്യ വ്യവസ്ഥിതിയുടെ എല്ലാ മഹത്വങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ച രാജ്യത്തിന്റെ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായ ഒരാളെ നോക്കി താങ്കൾ ഇന്ത്യക്കാരനാണോ എന്ന് ചോദിച്ചത് അത് ജയിപ്പിച്ച ജനങ്ങളെയും ജനാധിപത്യത്തെയും കളിയാക്കിയത് എന്ന് തോന്നുന്നു. അത് രാജ്യവ്യാപകമായി പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുകയാണ്. രാജ്യത്തെ പൗരന്മാരെ തീരുമാനിക്കുന്നത് സുപ്രീം കോടതിയല്ല എന്നുള്ള അതിരൂക്ഷ വിമർശനമാണ് സഹോദരിയായ പ്രിയങ്ക ഗാന്ധി നടത്തിയിരിക്കുന്നത്. പ്രതിപക്ഷവും കോൺഗ്രസും മാത്രമല്ല, സാധാരണ ജനങ്ങൾ തന്നെ അത് പറഞ്ഞു കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ സർക്കാരിനെ വിമർശിക്കേണ്ടി വരും. പക്ഷേ അപ്പോഴൊക്കെ നിങ്ങൾ ഇന്ത്യക്കാരനാണോ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം മനസ്സിലാകുന്നില്ല. ഈ സുപ്രീം കോടതി നിലപാടിനെതിരെ പ്രതികരണവുമായി വന്നവരിൽ കൊല്ലം MP NK പ്രേമചന്ദ്രന്റെ വിശദീകരണം വളരെ ശ്രദ്ധേയമാണ്. സുപ്രീം കോടതി പരാമർശത്തിന് പ്രേമചന്ദ്രൻ MP വളരെ കൃത്യമായ മറുപടി കൊടുത്തിരിക്കുകയാണ്. അതായത് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്കെതിരെ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ പരാമർശം അനുചിതമാണ് എന്ന് NK പ്രേമചന്ദ്രൻ MP ആഞ്ഞടിച്ചു. രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെതിരെ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടാകുന്നത് ജനാധിപത്യത്തിന്റെ അന്തസത്തയ്ക്ക് വിരുദ്ധമാണെന്ന നിലപാട് പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവിന് ഭരണഘടന നൽകുന്ന അധികാരവും അവകാശവും പ്രതിപക്ഷ നേതാവിന് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വവും സുപ്രീം കോടതി കണക്കിലെടുക്കേണ്ടതായിരുന്നു എന്നും NK പ്രേമചന്ദ്രൻ തുറന്നടിച്ചു. പ്രതിപക്ഷ നേതാവ് എന്ന മഹത്തായ പദവി ഒരു ജനാധിപത്യ രാജ്യത്ത് എങ്ങനെയാണെന്നും രാഹുൽ ഗാന്ധിയുടെ ചോര ഈ രാജ്യത്തിന് ജീവൻ നൽകിയവരുടേതാണെന്നും സുപ്രീം കോടതിക്കുള്ള വ്യക്തമായ ക്ലാസ് എടുക്കുകയാണ് NK പ്രേമചന്ദ്രൻ ചെയ്തിരിക്കുന്നത്. രാജ്യത്തെയും രാജ്യസുരക്ഷയെയും ജനങ്ങളെയും സംബന്ധിച്ചുള്ള വിഷയങ്ങൾ പൊതുജനമധ്യത്തിൽ കൊണ്ടുവരികയെന്ന പ്രതിപക്ഷ നേതാവിന്റെ ധർമ്മമാണ് രാഹുൽ ഗാന്ധി നിറവേറ്റിയത്. രാജ്യത്ത് പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായങ്ങളെയും വിമർശനങ്ങളെയും വിലയിരുത്തേണ്ടുന്നത് ജനാധിപത്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഊന്നിയാവണം. അല്ലാതെ വെറും ഒരു രാഷ്ട്രീയക്കാരന്റെ ജൽപ്പനമായി അതിനെ കാണരുത്. രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത ഒരു അച്ഛന്റെയും മുത്തശ്ശിയുടെയും പാത പിന്തുടർന്ന് രാജ്യനന്മയ്ക്കും ജനക്ഷേമത്തിനും വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളെ അതിന്റെ അർത്ഥത്തിലും വ്യാപ്തിയിലും ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കേണ്ടതുമാണ്. ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങൾ അർപ്പിച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിപക്ഷ നേതാവിന് സ്വതന്ത്രമായും നിഷ്പക്ഷമായും പ്രവർത്തിക്കുന്നതിനുള്ള അധികാരവും അവകാശവും ഭരണഘടന ഉറപ്പുവരുത്തുന്നുണ്ട് എന്നും ഓർമ്മ വേണമെന്നും പ്രേമചന്ദ്രൻ വ്യക്തമാക്കുന്നു. ഏതായാലും ഈ പരാമർശം നടത്തിയ ന്യായാധിപന്റെ കാഴ്ചപ്പാടിനെ സുപ്രീം കോടതിയുടെ മൊത്തം അഭിപ്രായമായി വ്യാഖ്യാനിച്ചു BJP തകർത്താടുമ്പോഴാണ് എല്ലാവർക്കുമുള്ള മറുപടി പ്രേമചന്ദ്രൻ MP നൽകിയിരിക്കുന്നത്. ഇത് ദേശീയ തലത്തിലും ചർച്ചയാവുകയാണ്.